ശ്രീ അജിൽ കോട്ടായിൽ ഇനി 15 മിനിറ്റ് സമയം കൂടി മാത്രമേ നമുക്കൊപ്പം ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തോടാണ് ചോദ്യം. ഡോക്ടർ അജിൽ കോട്ടായിൽ, ഈ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് മുണ്ടക്കയിലും ചൂരൽമലയിലുമൊക്കെയായി നമ്മൾ കണ്ടത്, കേട്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിലെ ഭൂവിനിയോഗം ഇനിയെങ്കിലും നമ്മൾ കൃത്യമായി പഠിക്കണ്ടേ? ഞാൻ വിഷയത്തിൽ നിന്ന് മാറി ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയ്ക്കാണ് അങ്ങയോട് ചോദ്യം ചോദിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും അതിൻ്റെ അനിവാര്യത തന്നെയാണ് ഈ ഒരു ദുരന്തങ്ങളെല്ലാം കാണിക്കുന്നത്. ഇപ്പം ഫ്ലഡും ഫ്ലഡ് അതേപോലെ ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞ പ്രതിഭാസങ്ങളെല്ലാം ഇനി ഒരു നോർമലാകാൻ പോവുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നോർമൽ കാര്യമായിട്ട് മാറാൻ പോകുന്നു. എല്ലാ മൺസൂണിലും ഇതേപോലെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഇതിനൊക്കെ ഉപരിയായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എഫേർട്ട് തീർച്ചയായിട്ടും നമുക്ക് സ്ട്രെങ്തൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പം തന്നെ പല വാർത്തകളിലൂടെയും നമുക്ക് മനസ്സിലാകുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവർക്ക് ഒരു ഭയമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് അറിയാമായിരുന്നു ഇങ്ങനെയൊന്നും സംഭവിക്കും എന്നുള്ളത്. പക്ഷേ അവരുടെ ഈ ഒരു പേടി താഴെ തട്ടിലേക്ക് എത്തിക്കാൻ അവർക്ക് പറ്റിയില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു ലാപ്സായിട്ട് കണക്കാക്കാം. നമ്മുടെ ഒരു ദുരന്ത മാനേജ്മെൻറ്റ് വളരെയധികം കുറച്ചുകൂടെ എനർജറ്റിക്കായിട്ട് പ്രവർത്തിക്കേണ്ടതിൻ്റെ ഒരു അനിവാര്യതയാണ് ശരിക്കും ഇവിടെ കാണുന്നത്. അപ്പം നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എഫേർട്ട് മൊത്തത്തിൽ പൊളിച്ചടുക്കി വളരെ കുറ്റമറ്റതാക്കണം. ഇനി ഫ്യൂച്ചറിൽ നമുക്ക് ഇതേപോലൊരു ദുരന്തം നമുക്ക് ആവർത്തിക്കാൻ പാടില്ല. ഇപ്പം ഇതേവരെ നമ്മൾ ദുരന്തം ഉണ്ടാകുന്നു, പിന്നെ ദുരന്തം ഉണ്ടായതിന് ശേഷം പിന്നെ അവിടുത്തെ റെസ്ക്യൂ ഓപ്പറേഷൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെന്ന് തോന്നുന്നു കൂടുതലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അതേപോലുള്ള എഫേർട്സിലാണ്. പക്ഷേ അത് ഒഴിവാക്കാനുള്ള മാർഗ്ഗങ്ങളിലേക്ക് നമ്മളിനി വന്നേ പറ്റുള്ളൂ. കാര്യം ഇത് റെക്കർ ചെയ്തുണ്ടാകാൻ പോകുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം നമ്മുടെ ഇങ്ങനെ ഡിസാസ്റ്റർ ആക്ടിവിറ്റീസ് വളരെയധികം നമ്മൾ കുറ്റമറ്റതാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ശാസ്ത്രം വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. കാര്യം ശാസ്ത്രത്തിലൂടെയുള്ള അറിവുകൊണ്ട് മാത്രമേ നമുക്ക് അതിന് പരിഹാരം കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം നമ്മുടെ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത് എപ്പോഴും ഇൻഫർമേഷൻ ഫെഡാണ് അല്ലേ? താഴ്ത്തട്ടിൽ ശാസ്ത്രീയമായിട്ടുള്ള വിവരങ്ങൾ ഗവൺമെൻറ്റിലേക്ക് ഫീഡ് ചെയ്ത് കൊടുക്കും, അതിൻ്റെ ഔട്ട്പുട്ട് ഫീഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതനുസരിച്ചിട്ടാണ് എല്ലാ ഗവൺമെൻറ്റും ഡിസിഷൻസും പോളിസീസും എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ കൃത്യമായാലേ ആ കൊടുക്കുന്ന ഗവൺമെൻറ്റിന് കിട്ടുന്ന ഉപദേശങ്ങൾ കൃത്യമായാലേ നമ്മുടെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഫലപ്രദമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ശരിക്കും നമ്മുടെ തീർച്ചയായിട്ടും ഒന്നുകൂടെ അത് കുറ്റമറ്റതാക്കണം, അല്ലെങ്കിൽ നിലവിലുള്ള സംവിധാനങ്ങളൊക്കെ ഒന്ന് മാറ്റി എഴുതി എങ്ങനെ ഈ ദുരന്തം ഒഴിവാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഫ്യൂച്ചറിൽ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിന് നമുക്ക് ഇപ്പം പൊതുവെ ചെയ്യാവുന്നൊരു കാര്യം ഒരു കളക്റ്റീവായിട്ട് എല്ലാവരെയും ഉൾപ്പെടുത്തി മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ളൊരു കമ്മിറ്റി വഴി അതിനൊരു പ്രത്യേക ഈ ഒരു ദുരന്തത്തിൻ്റെ സാഹചര്യത്തിൽ ഒരു ഫ്യൂച്ചറിലേക്കാണെങ്കിലും അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കി അത് കുറ്റമറ്റതാക്കാനുള്ള സംവിധാനങ്ങൾ ഗവൺമെൻറ് വളരെ അത്യാവശ്യമായിട്ട് ഒരുക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ മഴ മാറിയിട്ടില്ല, ഇനിയും ഇതേപോലുള്ള അതിശക്തമായിട്ടുള്ള മഴ വരും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും പല കാലാവസ്ഥ ഇൻഡിക്കേഷനിൽ കാണിക്കുന്നത് നമ്മൾ ഇപ്പോൾ ലാനിനോ നമ്മുടെ പസഫിക് സമുദ്രത്തിൽ 2 അവസ്ഥകളുണ്ട്. ഒന്ന് ചൂട് കൂടിയ അവസ്ഥയുണ്ട്, ചൂട് കുറഞ്ഞ അവസ്ഥയുണ്ട്. അപ്പം ആ ഒരു ചൂട് കുറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് പസഫിക് ഓഷൻ പോകുന്നതായിട്ടാണ് പല ക്ലൈമറ്റ് ഒരു കാലാവസ്ഥ പ്രവചന മോഡലും കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള കിട്ടാൻ പോകുന്ന മഴ ഒരുപക്ഷെ ശക്തമായുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ ഇതേപോലുള്ള ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഏരിയകൾ ഇനിയെങ്കിലും മാർക്ക് ചെയ്യണം. അവിടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എഫേർട്ട് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കണം. ശരി, ഒറ്റ ചോദ്യം കൂടി അങ്ങയോട്. ഈ പിൻവലിക്കപ്പെട്ട വിവാദ ഉത്തരവ് അവിടെ നിൽക്കട്ടെ, അതൊരു പക്ഷേ നടപ്പിലായെങ്കിൽ എന്ന ചോദ്യം ഇപ്പോഴും ഉപരിതലത്തിൽ അവശേഷിക്കുന്നുണ്ട്. അങ്ങുൾപ്പെടെയുള്ള ശാസ്ത്രജ്ഞരെ, ശാസ്ത്ര സംഘങ്ങളെ അവിടേക്ക് ക്ഷണിക്കുകയായിരുന്നു വേണ്ടത്. അത് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിന് ഇപ്പോൾ എനിക്കൊരു ഉത്തരം പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും ക്ഷണിക്കപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ ക്ഷണിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നുള്ളൊരു വിശ്വാസമാണ് ശാസ്ത്ര സമൂഹത്തിനുള്ളത്.
തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി കൂടുതൽ സയൻറ്റിഫിക് സ്റ്റഡീസ് വരേണ്ടതുണ്ട്. ഈ ഒരു ഇപ്പോൾ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലമാണെങ്കിൽ സ്ഥലത്തിൻ്റെ ഒരു ചരിത്രപരമായിട്ടുള്ള പ്രത്യേകത നോക്കുകയാണെങ്കിൽ 1984 ഈ ഭാഗത്ത് തന്നെ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ഥലം ലാൻഡ് സ്ലൈഡ് ഇല്ലാത്തൊരു ഏരിയ ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഹിസ്റ്ററി ISRO നൽകിയ ചിത്രങ്ങൾ പ്രകാരം ഡീപ്പ് റെഡ് അലേർട്ട് ഏരിയ. അതെ, വളരെയധികം ഇക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ലാൻഡ് സ്ലൈഡ് പ്രോൺ ഉണ്ടാകാൻ ഏറ്റവും സാധ്യതയുള്ളൊരു മേഖലയായിട്ട് ഇതിനെ ഓൾറെഡി മാർക്ക് ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ അവിടെയാണ് ഈ ദുരന്തം നമുക്ക് വീണ്ടും സംഭവിച്ചത് എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാകാനുള്ള എഫേർട്ടുകളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ശരി, വളരെ നന്ദി ഡോക്ടർ അജിൽ കോട്ടായിൽ.